2 balls are selected at random from a box containing 3 red, 2 green and 4 white balls. അപ്പോൾ ബോക്സിൽ മൊത്തമുള്ള ബോൾസിന്റെ എണ്ണം എത്രയാണ്? 3, 5, 4, 9 ബോൾസ് ഉണ്ട്. 2 ബോളാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. If X and Y are the number of red balls, X represent ചെയ്യുന്നത് റെഡ് ബാളിനെയാണ്, Y represent ചെയ്യുന്നത് ഗ്രീൻ ബാളിനെയാണ്. ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. നമുക്ക് ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കണം, മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കണം. അത് നമുക്ക് മാറ്റണ്ട, എല്ലാവരും എഴുതി കഴിക്കണം. എങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ ബോക്സില് ഉള്ള ബോളുകൾ ഇതാണ്. നമ്മുടെ ബോക്സ് എങ്കിൽ ബോക്സില് 3 റെഡ്, 3 റെഡ്, 2 ഗ്രീൻ, 4 വൈറ്റ്, അങ്ങനെ മൊത്തം 9 ബോൾസ് ഉണ്ട് നമ്മുടെ ബോക്സിൽ. ഇനി എക്സ് റെഡ് ബോളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റെഡ് ബോളിന്റെ എണ്ണം എത്രയാണ്? 3 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ ഒറ്റ ബോൾ എടുക്കാതിരിക്കാം. 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം. മാക്സിമം 3 ആവുള്ളൂ. ഒന്നില്ലെങ്കിൽ ഒറ്റ ബോൾ എടുക്കാതിരിക്കാം, അല്ലെങ്കിൽ 0, 1, 2, 3. വൈയുടെ കേസിലാവുമ്പോഴോ വൈ എന്ന് പറഞ്ഞാൽ 0, 1, 2. കാരണം വൈയിലാകെ 2 ഗ്രീൻ ബോളാണുള്ളത്. അപ്പൊ വൈയുടെ ചാൻസുകൾ 0, 1 എടുക്കാതിരിക്കാം, 1 എടുക്കാം, 2 എടുക്കാം. എക്സിന്റെ കേസിലാണെങ്കിൽ 1 എടുക്കാതിരിക്കാം, 1 എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം. മാക്സിമം 1, 3 എടുക്കാം. നമ്മൾ ആകെ 2 ബോളാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ടേബിൾ വരയ്ക്കാൻ പോവാണ്. അപ്പൊ ടേബിൾ വരയ്ക്കുമ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ടേബിൾ വരയ്ക്കാം. ഇവിടെ വൈ, എക്സ്, വൈയും എക്സും. എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? എക്സിന്റെ വാല്യൂ 0, 1, 2. എക്സിന്റെ വാല്യൂ 1, 2. ഇനി വൈ എക്സിന്റെ വാല്യൂ എത്രയാണ്? 0, 1, 2, 3. ആദ്യം ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നമ്മൾ വരച്ചെടുക്കണം. ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരച്ചെടുക്കണം. ടേബിൾ വരയ്ക്കുമ്പോ ഇവിടെ ബോക്സിൽ മൊത്തം 3, 2, 5, 4, 9 ബോൾസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വേസ് ബൈ യൂസിങ് കോമ്പിനേഷൻ, നമ്മള് +2 കോമ്പിനേഷൻ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് വേസ്, ടോട്ടൽ നമ്പർ ഓഫ് വേസ്, ആ 2 ബോൾ സെലക്ട് ചെയ്യാനുള്ള ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ 9C2. ഇത് പഠിച്ചിട്ട് ഓർക്കുന്നുണ്ടാകും എങ്ങനെ പഠിച്ചായിട്ട്? ടോട്ടൽ നമ്പർ ഓഫ് വേസ് വി ക്യാൻ അപ്ലൈ ദ കോമ്പിനേഷൻ. നമ്മൾ +2 പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പഠിച്ചിട്ടുണ്ട്. ആ പെർമ്യൂട്ടേഷൻ ബേസ് ചെയ്തിട്ട് മൊത്തം ബോക്സിൽ 9 ബോൾ ഉണ്ടെങ്കിൽ 2 ബോൾ സെലക്ട് ചെയ്യാനുള്ള ചാൻസസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് വേസ് = 9C2 ആണ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വേസ് = 9C2. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കോളത്തിലുള്ള പ്രോബബിലിറ്റിയും കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് P of 0, 0. P of 0, 0 കണ്ടുപിടിക്കണം. ഇതിനെ ബേസിലുള്ള ഈ കോളത്തിലുള്ള വാല്യൂ എത്രയായിരിക്കും കണ്ടുപിടിക്കണം. എന്താണ് P of 0, 0 എന്ന് പറഞ്ഞാൽ? ആർക്കെങ്കിലും പറയാമോ? P of 0, 0 എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഫസ്റ്റ് വാല്യൂ എക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു, സെക്കൻഡ് വാല്യൂ വൈനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഫസ്റ്റ് വാല്യൂ എക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു, സെക്കൻഡ് വാല്യൂ വൈനെ റെപ്രസെന്റ് ചെയ്യുന്നു. എക്സ് എന്ന് പറഞ്ഞാൽ റെഡ് ബോൾ ആണ്, വൈ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ബോൾ ആണ്. അപ്പൊ 0, 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ അർത്ഥം? നമ്മള് റെഡ് ബാളും ചൂസ് ചെയ്യുന്നില്ല, ഗ്രീൻ ബാളും ചൂസ് ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് 2 ബാൾ നമ്മൾ ചൂസ് ചെയ്യണമല്ലോ. അപ്പൊ ആ ബോൾ ഏതായിരിക്കും? ആ ബോൾ ഏതായിരിക്കും പറയാൻ ആരെങ്കിലും? ആ ബോക്സിലുള്ളത് മൊത്തം 9 ബോളാണ്. വൈറ്റ് ആണോ? വൈറ്റ് ആയിരിക്കും. ആ വൈറ്റ് വരാനുള്ള ചാൻസ് എത്രയായിരിക്കും എന്ന് പറയാമോ? അപ്പൊ P00 എത്രയെന്ന് പറയാൻ പറ്റുമോ? വൈറ്റ് ബോക്സിൽ എത്ര വൈറ്റ് ഉണ്ട്? 4 വൈറ്റ് ഇല്ലേ? അതിൽ 2 എടുക്കണേ. അപ്പൊ ഇതായിരിക്കില്ലേ അതിന്റെ പ്രോബബിലിറ്റി? 4C2 /
9C2. ഇങ്ങനെ പഠിച്ചായിട്ട് ഓർക്കുണ്ടാവുന്ന പ്ലസ് ടുവില്. ഇത് ടോട്ടൽ നമ്പർ ഓഫ് വേസ്. പ്രോബബിലിറ്റി ഡെഫിനേഷൻ എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ 9C2 ആണ്. കാരണം ആ ബോക്സിൽ ഉള്ള മൊത്തം ബോളുകൾ 9 ആണ്. അപ്പൊ 9C2 വേസ്. 2 ബോളാണ് സെലക്ട് ചെയ്തത്. 3 ബോളാണ് സെലക്ട് ചെയ്തെങ്കിൽ നമ്മൾ പറയും 9C3 എന്ന് പറയും. 2 ബോളാണ് സെലക്ട് ചെയ്തത്. ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് 9C2. ഇനി ന്യൂമറേറ്ററിൽ എന്താ പറയുന്നത് നോക്കിയേ. ന്യൂമറേറ്ററിൽ നമ്മൾ റെഡ് ബാളും ചൂസ് ചെയ്യുന്നില്ല, ഗ്രീൻ ബാളും ചൂസ് ചെയ്യുന്നില്ല. പിന്നെ ആ ചൂസ് ചെയ്യുന്ന ബോൾ ഏതായിരിക്കും? വൈറ്റ് ആയിരിക്കും. ആ ബോക്സിൽ എത്ര വെയിറ്റ് ഉണ്ട്? 4 വെയിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 4C2 by 9C2. 4C2 by 9C2. 4C2 by 9C2 by കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കിയേ. 4 into 2 by 1 into 2 divided by 9 into 8 divided by 1 into 2. ഈ 1 into 2 1 into 2 ക്യാൻസൽ ആവുന്നു. 8ഉം 2ഉം ക്യാൻസൽ ആവുന്നു. 4ഉം 4ഉം ക്യാൻസൽ ആവുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 4C2 by 9C2 ആൻസർ എത്ര കിട്ടും നോക്കിയേ. അല്ല, ഇവിടെ 4 into 3 അല്ല തന്നെ. 4 into 3. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ഒന്നും നോക്കാം. ഒരു മിനിറ്റ്. 4C2 ആണ്. 4C2 എന്ന് പറഞ്ഞാൽ 4 into 3 divided by 1 into 2 divided by 9 into 8 divided by 1 into 2. 1 into 2 1 into 2 ക്യാൻസൽ ആക്കുന്നു. 8ഉം 4ഉം നമ്മൾ ക്യാൻസൽ ആക്കുന്നു. 9ഉം 3ഉം നമ്മൾ ക്യാൻസൽ ആക്കുന്നു. ബാക്കി നമുക്ക് എത്ര കിട്ടും? ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4C2 by 9C2. 4C2 4 into 3 by 1 into 2 9 into 8 divided by 1 into 2. 1 into 2 1 into 2 ക്യാൻസൽ ആവുന്നു. 8 4 ക്യാൻസൽ ആവുന്നു. 4 കിട്ടുന്നു. സർ 2 അല്ലേ കിട്ടണം? ഇവിടെയാ 4 8 കൂടി ക്യാൻസൽ ആവുമ്പോൾ 4 8 ക്യാൻസൽ ചെയ്യുമ്പോൾ 2 കിട്ടും. അപ്പൊ കിട്ടുന്ന ആൻസർ 1/6 അല്ലേ? 1/6. അപ്പൊ ഫസ്റ്റ് കോളത്തിൽ കിട്ടുന്ന വാല്യൂ എത്രയാണ്? 1/6. അപ്പൊ P00 എന്നുള്ള വാല്യൂ എത്രയാണ്? 1/6 എന്ന് കിട്ടും. P00 എന്നുള്ളത് 1/6. ഇനി സെക്കൻഡ് വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് നോക്കി. P01 എന്താന്ന് പറയാം ആരെങ്കിലും? P01 കോമ്പിനേഷൻ. ഫസ്റ്റ് 0 എന്ന് പറഞ്ഞാൽ എക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സെക്കൻഡ് 1 എന്ന് പറഞ്ഞാൽ ഗ്രീനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ P01 എത്രയായിരിക്കും? അടിയിൽ എപ്പോഴും 9C2 ആയിരിക്കും. മൊത്തം ബോളും 9C2 ആണ്. മുകളിൽ എന്തായിരിക്കും എന്ന് പറയാമോ? P01 എന്ന് പറഞ്ഞാൽ 1 for ഗ്രീൻ ബോൾ. 1 for ഗ്രീൻ ബോൾ. അപ്പൊ നമുക്ക് എത്ര ഗ്രീൻ ബോൾ ഉണ്ട് ബോക്സില്? 2 ഗ്രീൻ ബോൾ ഉണ്ട്. അപ്പൊ 2C1 into 4C1. 2C1 into 4C1. അതാണ് P01 എന്നുള്ളത്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കിയേ. 2C1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 4C1 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ 2 into 4 divided by 9C2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 into 8. ഈ 1 into 2 എന്നുള്ള മുകളിലോട്ട് കയറും. 1 into 2. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഈ 2ഉം 4ഉം 8ഉം പോകും. ബാക്കി കിട്ടുന്ന സംഖ്യ എത്രയാണ്? 2/9. 2/9. ഇതിപ്പോ രണ്ടാമത്തെ കോളത്തിൽ കിട്ടുന്ന വാല്യൂ 2/9. ഇതുപോലെ 9 കോളം നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പൊ രണ്ടാമത്തെ കോളം നമ്മൾ ഫില്ല് ചെയ്ത് രണ്ടാമത്തെ കോളത്തിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 2/9 എന്ന് കിട്ടി. 2/9. ഇനി മൂന്നാമത്തെ കോളം, തേർഡ് കോളം കണ്ടുപിടിക്കാം. രണ്ടാമത്തെ കോളം കണ്ടുപിടിച്ച് മനസ്സിലായോ? രണ്ടാമത്തെ കോളം P01 എന്ന് പറഞ്ഞാൽ എക്സ് എന്നുള്ളത് ബാളില്ല. നമുക്ക് രണ്ടാമത്തെ കേസ് Y എന്നുള്ള ഒരു ബാൾ എടുക്കണം. അപ്പൊ ബോക്സ് എത്ര ഗ്രീൻ ബോൾ ഉണ്ട്? 2 ഗ്രീൻ ബോൾ ഉണ്ട്. അപ്പൊ 2C1 into 4C1 divided by 9C2. അതാണ് P01. അപ്പൊ നമുക്ക് 2/9 എന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ കേസ്, തേർഡ് കേസിലേക്ക് പോകണം. മൂന്നാമത്തെ എന്താണ്? P02. P02 കോമ്പിനേഷൻ എന്ന് പറയാമോ? ആരെങ്കിലും പറയാമോ? P02 ഇപ്പൊ ചെയ്ത പോലെ P02 എന്ന് പറയാമോ ആരെങ്കിലും? അടിയിൽ എപ്പോഴും 9C2 ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് വേസ് 9C2.
2C2 വെരി ഗുഡ് 2C2 ആയിരിക്കും. അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. 2C2 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 അല്ലേ? 1. 9C2 എന്ന് പറഞ്ഞാൽ എത്രയാ? 9 into 8 divided by 1 into 2. അപ്പൊ 1 into 2 മുകളിലോട്ട് കയറും. അപ്പൊ സിംപ്ലിഫൈ എത്ര കിട്ടും നമുക്ക്? 8ഉം 2 വെട്ടിക്കഴിയുമ്പോൾ 4 വരും. 1/36. 1/36. അപ്പൊ ഈ ഒരു കോളം നമ്മൾ ഫില്ല് ചെയ്തു. 1/36. 1/36. അപ്പൊ 3 കോളം നമ്മൾ ഫില്ല് ചെയ്തു. ഇനി അടുത്ത കോളം എടുക്കണം. അടുത്ത കോളം ഏതാണ്? P(10). അടുത്ത കോളം. ഇതിന്റെ ടേബിള് ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ കുറച്ച് സമയം എടുക്കും കേട്ടോ. കാരണം ഇതിന്റെ ഓരോ വാല്യൂ കോമ്പിനേഷൻ വെച്ച് സമയം കുറച്ചെടുക്കും. അടുത്ത് P(10). അതൊന്ന് പറയാമോ? P(10). P(10). 1 for x. X എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ് ബോൾ ആണ്. 0 എന്ന് പറഞ്ഞാൽ ഗ്രീൻ ബോൾ ആണ്. അപ്പൊ P(10) എന്തായിരിക്കും? P(10). 3C1 into 4C1 by 9. 3C1 into 4C1 divided by 9C2. ഡിനോമിനേറ്ററിൽ മാറ്റമില്ല. 3C1 into 4C1 by 9C2. ഇത് സിംപ്ലിഫൈ നമുക്ക് അത് കിട്ടും. 3 into 4 divided by 9 into 8 into ന്യൂമറേറ്ററിൽ 1 into 2. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഈ 4ഉം 2ഉം 8ഉം വെട്ടിപ്പോയി. ബാക്കി നമുക്ക് കിട്ടുന്ന എത്രയാണ്? 3/9. 3/9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/3. അപ്പൊ ഈ ഒരു കോളം നമ്മൾ ഫില്ല് ചെയ്തു. 1/3 ആണ് ഈ കോളം. P(10) നമ്മൾ ഫില്ല് ചെയ്തു. P(10) എന്ന് പറഞ്ഞാൽ 1/3. P(10) 1/3. ഇനിയുണ്ട് നമുക്ക് കോളങ്ങൾ കേട്ടോ. അടുത്ത കോളം P(11). P(11) എന്തായിരിക്കും? P(11) ഒരു റെഡ് ബോളും ഒരു ഗ്രീൻ ബോളും. ഇപ്പൊ ഡിനോമിനേറ്ററിലെ സെയിം തന്നെയാണ്. 9C2 വേസ്. ടോട്ടൽ നമ്പർ ഓഫ് വേസ്. ന്യൂമറേറ്റർ പറയാമോ എന്താന്ന്? ന്യൂമറേറ്റർ എന്താന്ന് പറയാമോ? ന്യൂമറേറ്ററില് 1 1 വരുമ്പോ 3C1 into 2C1. വെരി ഗുഡ്. 3C1 into 2C1. 3C1 into 2C1. അപ്പൊ ഇത് 1 എന്ന് പറഞ്ഞാൽ ഒരു റെഡ് ബോൾ, ഇത് 1 എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ ബോൾ. 2 ബോൾ കിട്ടി. അപ്പൊ 3 into 2 divided by 9 into 8 into 1 into 2. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 2ഉം 2ഉം 8ഉം വെട്ടി കഴിയുമ്പോ ഇവിടെ 2 വരും. 9ഉം 3ഉം വെട്ടി കഴിയുമ്പോ 3 വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 1/6. അപ്പൊ P(11) എന്ന് പറഞ്ഞാൽ 1/6 കിട്ടി. കോളം ഈ ഒരു കോളം ഫില്ല് ചെയ്തു. 1/6 കിട്ടി. ഇനി അടുത്ത കോളം P(11) കഴിഞ്ഞാൽ പിന്നെ അടുത്ത് P(12). P(12) എത്രയായിരിക്കും പറയാമോ? 12 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പറയാമോ? P(12). P(12) ആലോചിച്ചേക്കേ. P(12) എന്ന് ആലോചിച്ചേക്കേ. എന്തായിരിക്കും P(12)? ആർക്കെങ്കിലും പറയാമോ? P(12) ആലോചിച്ചേക്കേ പറയാൻ പറ്റും. എത്രയാണ് P(12)? 0 ആണ്. 0 ആണ്. 0 ആണ്. വെരി ഗുഡ്. 0 ആണ് ആൻസർ. കാരണം എന്താണ്? 1 2 3 നമ്മൾ ആകെ 2 ബോളല്ലേ സെലക്ട് ചെയ്യണുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബബിലിറ്റി ഉണ്ടോ? 1 2 എന്നുള്ള പ്രോബബിലിറ്റി ഉണ്ടോ? ഇല്ല. ഈ പ്രോബബിലിറ്റി ഇല്ല. therefore P(12) എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം 1ഉം 2ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. നമുക്ക് ആകെ 2 ബോൾ നമ്മൾ സെലക്ട് ചെയ്യണുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബബിലിറ്റി ഇല്ല. P(12) എന്ന് പറഞ്ഞാൽ 0. ഈ വാല്യൂ 0 കിട്ടും. ഇനി അടുത്ത് P(20). P(20) എന്ന് പറഞ്ഞാൽ എന്താണ്? P(20). P(20) അല്ലല്ലോ. അതെ P(20) അല്ലേ? P(20). P(20) എന്താ നോക്കിയേ? P(20). 2 എന്ന് പറഞ്ഞാൽ റെഡ് ബോൾ. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 9C2. ടോട്ടൽ നമ്പർ ഓഫ് വേസ് 9C2.
അപ്പൊ ന്യൂമറേറ്ററിൽ എന്തായിരിക്കും 3C2. 3C2. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 3 into 2 divided by 1 into 2 divided by 9C2, 9 into 8 divided by 1 into 2. 1, 2, 1, 2 cancel ചെയ്തു. 9ഉം 3ഉം cancel ചെയ്തു. 2ഉം 8ഉം cancel ചെയ്തു. 4. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 1/12 എന്നാണ് കിട്ടുന്ന ആൻസർ. 1/12. അപ്പൊ ഈ ആൻസർ 1/12. 1/12. അപ്പൊ P of 2 0 is equal to 1/2. ഇനിയുണ്ട് 2-3 കോളം കൂടി ഫില്ല് ചെയ്യാൻ. ഇനി അടുത്ത കോളം ഏതാണ്? P of 2 1 എത്രയാന്ന് പറയാമോ? 0. അപ്പൊ ഈ വാല്യൂ 0 ആണ്. ഇനി P of 2 2 0. ഈ കോളം 0. P of 3 0 0. ഈ കോളം 0 ആണ്. P of 3 1 ഈ കോളം 0 ആണ്. P of 3 2 ഈ കോളം 0 ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ കംപ്ലീറ്റഡ് ആക്കി. നമ്മള് ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്നുള്ള പ്രോബ്ലത്തിന്റെ ആൻസർ കണ്ടെത്തി. ഇതാണ് ആ ടേബിൾ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ കിട്ടിയത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ കിട്ടാൻ തന്നെ നമ്മൾ കുറച്ച് സമയം എടുത്തു. ഓരോന്ന് കോമ്പിനേഷൻ ബേസിൽ വേണം നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ കണ്ടുപിടിച്ച് വരുമ്പോ ഇവിടെ 1/6, 2/9, 1/36, 1/3, 1/6, 1/12 ബാക്കിയുള്ളതൊക്കെ 0. ഇനി നമുക്ക് ഇതിന്റെ മാർജിനൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും മാർജിനൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈയും നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് ടോട്ടല് ഇവിടെയും 1 വരണം, ഇപ്പുറത്തും 1 വരണം. അപ്പൊ നമുക്കൊരു പ്ലാൻ ചെയ്യാം. ഈ വാല്യൂസിനെയൊക്കെ നമുക്ക് ഒരു കോമൺ ഡിനോമിനേറ്റർ ആക്കി കൊണ്ടുവരാം. കോമൺ ഡിനോമിനേറ്റർ ആക്കി കൊണ്ടുവന്നാൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമുണ്ടോ? 1/6 നമുക്ക് എന്ത് എഴുതാം? അപ്പൊ ഇനി ആദ്യത്തെ കേസ് കഴിഞ്ഞു കേട്ടോ. ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആൻഡ് വൈ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്റ്റേജ് ചെയ്യാൻ പോണത് ഇതിന്റെ രണ്ടാമത്തെ മാർജിനൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ കോമൺ ആക്കി കൺവേർട്ട് ചെയ്യാണ്. അപ്പൊ 1/6 നമുക്ക് എങ്ങനെ എഴുതാം? 6/36 എഴുതി കൂടെ? 6/36 നമുക്ക് എല്ലാത്തിന്റെ LCM ഒരേപോലെ വന്നു കഴിഞ്ഞാൽ കൂട്ടാനും കുറയ്ക്കാനൊക്കെ എളുപ്പമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. 6/36. ഈ 1/3 എങ്ങനെ എഴുതാം? 1/3 നമുക്ക് 12/36. 12/36 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ 12 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഇവിടെ 12/36 കിട്ടി. അടുത്ത് 1/12. 1/12 എന്തുകൊണ്ട് ഗുണിക്കാം? 3/36. ഇങ്ങനെ വരുമ്പോ നമുക്കത് നമ്മൾ ചെയ്ത ടേബിൾ ശരിയാണെന്ന് നോക്കാനൊക്കെ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആക്കിയത്. കോമൺ ഡിനോമിനേറ്റർ ആക്കി മാറ്റി. 1/6 can be written as 6/36. 1/3 can be taken as 12/36. 1/12 can be taken as 3/36. ഇനി അതുപോലെ ഈ 2/9 എന്നുള്ളതിന് എങ്ങനെ എഴുതാം? 8/36. 8/36. ഇനി 1/6 എങ്ങനെ എഴുതാം? 6/36. 6/36. ഇവിടെ ഒന്നും എഴുതാനില്ല. ഈ 1/36 എങ്ങനെ എഴുതാം? അതാ ഒന്ന് അങ്ങനെ തന്നെയാണ്. ഇനി നോക്കാം. നമുക്കത് മാർജിനൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y ഓഫ് y ഒന്ന് കൂട്ടി നോക്കിയേ. 12 6ഉം 12ഉം 18 3 21 അല്ലെ? 21/36 കിട്ടില്ല ഇവിടെ? 21/36. ഈ ഒരു കോളം ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 21/36. ഈ കോളം ഫില്ല് ചെയ്യുമ്പോൾ നോക്കിയേ 8/36, 6/36 നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 14/36. ഈ കോളം ഫില്ല് ചെയ്യുമ്പോഴോ 1/36. ഇതാണ് മാർജിനൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y. ഇനി എക്സിന്റെ കേസ് നോക്കിയേ. ഇത് കൂട്ടുമ്പോൾ നോക്കിയേ 6ഉം 8 വരുമ്പോ 4 P x ഓഫ് x. ഇവിടെ എന്താണ്? 6ഉം 8 വരുമ്പോ 4 15/36. ഇവിടെ എത്ര വരെയും? 12ഉം 6ഉം 18/36. ഇവിടെ നമുക്ക് എന്ത് വരാം? ഇവിടെ 3/36. ഇനി ഇങ്ങനെ കൂട്ടി നോക്കിയേ. ഈ 15ഉം 18ഉം എത്ര വരും? 33. 33 3 36. 36 കഴിയും 36 എത്രയാ? 1. ഇവിടെ നമുക്ക് 1 കിട്ടി. ഇങ്ങനെ കൂട്ടി നോക്കിയേ. 21 + 14 + 1. 21 + 14 35 + 1 36. അപ്പൊ P of y ഓഫ് ഇങ്ങനെ കൂട്ടിയാലും P x ഓഫ് x ഇങ്ങനെ കൂട്ടിയാലും നമുക്ക് ആൻസർ 1 കിട്ടും. അപ്പൊ നമ്മൾ വരച്ചെടുത്ത ടേബിൾ 100% കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ടേബിൾ കറക്റ്റ് ആയിട്ട് വരച്ചു. ഇനി നമുക്ക് മാർജിനൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും
മാർജിനൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y നമുക്ക് ഇതിൽ നിന്ന് എഴുതാം. അത് എഴുതാനായിട്ട് എന്ത് ചെയ്യാം? ഇത് ഇവിടെ വരെ എഴുതിയെടുത്ത എല്ലാവരും? ഇവിടെ വരെ എല്ലാവരും എഴുതിയെടുത്താ? മാച്ചോട്ടെ, ആ ടേബിൾ ഫില്ല് ചെയ്തൊക്കെ മനസ്സിലായി നോക്കാം. നമുക്ക് ആ ടേബിൾ ഫില്ല് ചെയ്യാൻ നമ്മൾ കുറച്ച് സമയം എടുത്തു കേട്ടോ. കോമ്പിനേഷൻ ബേസിലാണ് നമ്മൾ ആ ടേബിൾ ഓരോ കോളവും നമ്മൾ ഫില്ല് ചെയ്തെടുത്ത്. അതിന്റെ ആ എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. ഓരോ കോളം ഫില്ല് ചെയ്ത് റെഡി ആക്കിയതിനു ശേഷം അവസാനം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റി. ഈ കോളം ആഡ് ചെയ്തു 21/36, ഇവിടെ ആഡ് ചെയ്തു 14/36, ഇവിടെ ആഡ് ചെയ്തു 1/36. ഇതുപോലെ റോ വൈസ് ആഡ് ചെയ്തു. അപ്പൊ റോ വൈസ് ആഡ് ചെയ്തും കോളം വൈസ് ആഡ് ചെയ്തും കൂട്ടി വെക്കുമ്പോൾ ഇവിടെയും 1 കിട്ടുന്നു, ഇവിടെയും 1 കിട്ടുന്നു. Therefore നമ്മുടെ ജോയിന്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതിന്റെ ആ ബേസിക് കൺസെപ്റ്റ് ഒരു മാസ് ഫംഗ്ഷൻ ആയിട്ട് കൺവേർട്ട് ആണെങ്കിൽ ഡബിൾ സിഗ്മ എക്സ് പി എക്സ് വൈ = 1 ആയിരിക്കണം. അത് 1 കിട്ടിയിട്ടുണ്ട്. 1 കിട്ടി. അതെല്ലാവരും എഴുതി കഴിഞ്ഞ് വിചാരിക്കണോ? ഞാൻ മറ്റുള്ള ടേബിൾ മാറ്റിയാണേ. എഴുതി കഴിഞ്ഞാ ഡൊമിനിക് അനിരുദ്ധ എഴുതി കഴിഞ്ഞാ? സാർ എഴുതോ? എഴുതി കഴിഞ്ഞല്ലോ. അപ്പൊ ആദ്യത്തെ ടേബിൾ വരച്ചിട്ട് നമ്മൾക്ക് ആ ടേബിൾ ഇപ്പൊ ഇങ്ങനെ കൂട്ടി നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ ചെയ്തതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ കോമൺ ഡിനോമിനേറ്റർ ആക്കി കഴിഞ്ഞപ്പോ py(y) കിട്ടി, ps(x) കിട്ടി. ഇങ്ങനെ കൂട്ടുമ്പോഴും നമുക്ക് 1 കിട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ചെയ്തതിൽ എവിടെയോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമ്മളോട് രണ്ടാമത് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ മാർജിനൽ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സും കാണണം, മാർജിനൽ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് വൈയും കണ്ടുപിടിക്കണം. അത് രണ്ട് നമ്മൾ എഴുതി വെക്കണം ഇവിടെ. അടുത്ത പോയിന്റ് അതാണ് ചെയ്യേണ്ടത്. അത് വെറുതെ നമുക്ക് അതിൽ നിന്ന് നോക്കി എഴുതാവുന്നേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. മാർജിനൽ പ്രോബിലിറ്റി ഫംഗ്ഷൻ, മാർജിനൽ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂസ് എഴുതാം. എക്സ് = 0, 1, 2, 3. എക്സ് റെഡ് ബോളിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള px ഓഫ് എക്സ്, മാർജിനൽ പ്രോബിലിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ളത് px ഓഫ് എക്സ് എന്നുള്ള എന്താണ്? 15/36. ഇവിടെ നോക്കി എഴുതിയാൽ മതി. നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട് 18/36. അടുത്ത വാല്യൂ 3/36. 15/1, 2, 3. അപ്പൊ 15/36, 18/36, then 3/36, അടുത്ത വാല്യൂ 0. ഇത് മൂന്നും കൂട്ടുമ്പോൾ 15, 18, 33, 36. ഇതുപോലെ തന്നെ മാർജിനൽ pm ഓഫ് y എന്ന് പറഞ്ഞാൽ എന്താണ്? y = 0, 1, 2. അപ്പൊ y എന്ന് പറഞ്ഞാൽ ഗ്രീൻ ബോളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മാക്സിമം 2 ബോൾ ഉള്ളപ്പോൾ 0, 1, 2. അപ്പൊ py ഓഫ് y എന്ന് പറഞ്ഞാൽ എന്താണ്? 21/36, 21/36, then 14/36, then 2ന്റെ കേസിൽ വരുമ്പോൾ എത്രയാണ്? 1/36. ഇതാണ് മാർജിനൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y. ഇത് മാർജിനൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്. അപ്പൊ ഇത് രണ്ട് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. മാർജിനൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും കണ്ടു, മാർജിനൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ കണ്ടു. ഇങ്ങനെയാണ്